ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വിമർശനം, അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു ആഘാതം കിട്ടുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഭരണകൂടത്തിന് പരാജയം സംഭവിച്ചു എന്നാണ്. നമ്മളൊരു സാധാരണ രാജ്യമല്ലോ, നമ്മൾ വലിയ പോപ്പുലേഷനാണ്, വലിയ വിപണിയാണ്, നമ്മൾ അവരുടെ ആയുധ കച്ചവടത്തിൻ്റെ കാര്യം നോക്കിയാൽ വലിയ ബയറാണ് എന്ന് കാണാം. ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ നയതന്ത്ര യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള രാജ്യമാണ് നമ്മൾ. ഇങ്ങനെയെല്ലാമുള്ള സവിശേഷതകൾ നമുക്കുണ്ടായിട്ടും നമ്മുടെ ശേഷിയാണല്ലോ അത്. അമേരിക്ക നമ്മളെ ഈ നിലയ്ക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വിദേശകാര്യ പ്രവർത്തനത്തിൻ്റെ പരാജയമാണോ? ഒപ്പം തന്നെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയെന്നുള്ള, അതിന് കൗണ്ടർ മെക്കാനിസം എടുക്കുന്നതിൽ നമുക്ക് പാളിപ്പോയി എന്നുള്ള വിമർശനം സാധുവാണോ? തീർച്ചയായിട്ടും അല്ല. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത അത് അദ്ദേഹം പലതരത്തിൽ ഉപയോഗിക്കുന്നു. അത് അമേരിക്കക്കാർ തന്നെ കാത്തിരിക്കുകയാണ് അടുത്ത ഇലക്ഷൻ ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴേ അവർ തീരുമാനിച്ചു കഴിഞ്ഞു, അടുത്ത ബൈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് സെനറ്റ് നഷ്ടപ്പെടും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ് നമ്മുടെ ശ്രീ നാരായണൻ പറഞ്ഞതുമായിട്ടുള്ള വ്യത്യാസം. ഡെമോക്രസിയിൽ ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യും, പക്ഷെ ഒരുപക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഒരു തെറ്റായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്ന് വരാം. പക്ഷെ അവിടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, നമുക്ക് അടുത്ത് മാറ്റാമെന്നൊരു ആഗ്രഹമെങ്കിലും ഉണ്ട്. ഇത് ചൈനയിൽ എത്രയോ ബില്യൺ ആളുകളെയാണ് ഡിപ്രസ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യം, മറ്റു രാജ്യങ്ങളോടെല്ലാം എതിർ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, രാജ്യങ്ങളെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ രാജ്യത്തെയാണ് നമ്മൾ ആദരിക്കേണ്ടത് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത്. ഡെമോക്രസിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഉണ്ടാകുന്ന കാര്യമാണ്. ഷീ ജിൻപിങ്ങിനെ എത്ര നാൾ കാണുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പെർമനന്റ് പ്രസിഡന്റായി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്തതെല്ലാം നടന്നിട്ട് നമുക്ക് അദ്ദേഹത്തിനോട് ഡാൻസ് ചെയ്യാൻ പറ്റും. ഇന്ത്യ തീർച്ചയായിട്ടും ഒരു ശത്രുവായിട്ട് തന്നെയാണ് ചൈന. നമ്മളത് ശ്രദ്ധിക്കണം, അതനുസരിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്ക മറ്റു രാജ്യങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള പ്രതീക്ഷ. ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് പ്രതിനിധീകരിക്കുന്ന ജനങ്ങളെയാണ് നമ്മളുടെ ഗവൺമെന്റ് പ്രതിനിധീകരിക്കുന്നത്. തെറ്റുകൾ പറ്റിയെന്ന് വരാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് വരാം. ആദ്യമായിട്ട് ഇത്തവണ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ആരായിരുന്നു 4ാമത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് വാഷിങ്ടണിൽ പോയത്? എത്ര സൗഹൃദമായിരുന്നു അപ്പോഴുണ്ടായിരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സ്വഭാവം കൊണ്ട്. അതിനിടയ്ക്ക് എനിക്ക് അതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യാൻ ഇന്ത്യ തയ്യാറായില്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചു എന്നത് വകവെച്ചുകൊണ്ട് അദ്ദേഹത്തെ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം നിരസിച്ചു ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഇതിനകത്ത് പ്രവർത്തിച്ചു എന്നാണ്. അത്ര സില്ലി തിങ് ആയിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്? അതോ അതിനപ്പുറം നേരത്തെ നിതീഷ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, ഇന്ത്യയിലെ ഡയറി അടക്കമുള്ള മേഖലകൾ തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന വലിയ പ്ലാൻ അമേരിക്കയ്ക്കുണ്ട്, അതിനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഈ വ്യക്തിപരമായ കേവലമായ ഈ ഈഗോ, മത്സരബുദ്ധി, വാശി, ഇതൊക്കെയാണോ അമേരിക്ക പോലൊരു വലിയ രാഷ്ട്രത്തിന്റെ തലപ്പത്തുള്ള ആൾ ചെയ്തു കൂട്ടുന്നത്? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെല്ലാം അദ്ദേഹത്തെ ഇലക്ട് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ ഇന്ത്യക്ക് വളരെ പ്രയോജനപ്രദമായ പല കാര്യങ്ങളും. ഇപ്പൊ തന്നെ ഈ ടാരിഫ്സ് മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുമായി ഒരു ട്രേഡ് അഗ്രിമെന്റിന് അദ്ദേഹം തയ്യാറായിരുന്നു. അതൊരു അസാധാരണമായ കാര്യമല്ല. നമ്മുടെ ട്രേഡ് അഗ്രിമെന്റ് തുടങ്ങുകയെന്ന് ചെയ്തു ഈ ടാരിഫ്സ് പുറത്തു കൊണ്ടുവരുന്നത്. അതൊരു പ്രത്യേക തരത്തിൽ ആണ് അദ്ദേഹം ഇന്ത്യയെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനിടയിൽ നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ നമ്മൾ സഹായിച്ചില്ല, നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പെരുമാറുന്നത് അത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അത് നമ്മൾ തീർത്ത് അദ്ദേഹത്തോട് പറയുകയുമുണ്ടായി. പക്ഷെ ഡെമോക്രസി ആകുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ചേഞ്ചസ് ആണ്. അത് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയണം. ഷീ ജിൻപിങ്ങിന് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ട്? ആരോടാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുള്ളത്? ചൈനയിലെ ജനങ്ങളോടാണ്. അതുകൊണ്ട് എൻ്റെ അജ്ഞതയെ പറ്റി അദ്ദേഹം പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് കുറച്ച് അമേരിക്കയെ പറ്റി അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അമേരിക്കയിലെ ഡെമോക്രാറ്റിക് സിസ്റ്റം ഒരു കാലത്തും മാറാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെയാണ് നമ്മൾ റിലേ ചെയ്യാൻ കഴിയുന്നത്. അത് ഇന്ന് സൗഹൃദം, നാളെ ബോർഡറിന്റെ കാര്യം പറയുമ്പോൾ നേരെ തിരിയുക, പാകിസ്ഥാനെ പോയി എംബ്രേസ് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു രാജ്യത്തോട് നമുക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയും? അപ്പൊ അങ്ങനെയുള്ള ഒരു അജ്ഞത നമ്മൾ മാറ്റിയെടുക്കാം. ചൈന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ചരിത്രം ഓർക്കാത്തവർ will be condemned to repeat it എന്നാണ് പറയുന്നത്. 1962 കഥ അറിയാമെങ്കിൽ എങ്ങനെ നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റും?
ശരി, അതാണ് 68-ലെ ചൈന യുദ്ധം മുതൽ ഇങ്ങോട്ട് പിന്നീട് ഇവിടെ വന്ന് ഇതിനു മുൻപും നമ്മൾ ഊഷ്മളമായ ചിത്രങ്ങൾ ഇന്ത്യയും ചൈനീസ് പ്രീമിയറും തമ്മിലുള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും നിർഭാഗ്യകരമായ പലതും ചൈനയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരം ഊഷ്മളമായ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങൾ, കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ, ചായകുടിയുടെ ദൃശ്യങ്ങൾ നല്ല ബന്ധത്തിലേക്കുള്ള വഴി തുറക്കലാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് വരും.